ഇസ്രായേൽ ഇറാൻ സംഘർഷം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇസ്രായേലിൽ മാരകമായ ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു. അതിനായി തങ്ങൾ ഇതുവരെ പുറത്തെടുക്കാത്ത വിധത്തിലുള്ള നൂതനമായ ആയുധങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന് ഈ ആയുധങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി തന്നെ മാറുകയാണ്. കാരണം ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾ വളരെ രഹസ്യ സ്വഭാവം നിറഞ്ഞതാണ്. കാരണം ഗാസയിൽ പോലും ഇസ്രായേൽ മാരകമായ ആക്രമണങ്ങളാണ് നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന ഒരു വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. ദീർഘകാല യുദ്ധത്തിന് ഇറാൻ പൂർണ്ണമായും സജ്ജമാണ് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഒരു പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് യുദ്ധത്തിൽ ഇതുവരെ ഉപയോഗിക്കാത്ത നൂതന തരത്തിലുള്ള ആയുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട് എന്നതാണ് ഇതിലൊരു വക്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ പുതിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ശത്രുക്കൾ വേദനാജനകമായ പ്രഹരങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് ഈ ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി വ്യക്തമാക്കുകയാണ് ചെയ്തത്. പുതിയ ഇറാനിയൻ ആയുധങ്ങൾ അവിടെ വരാനിരിക്കുന്നുണ്ട് എന്നും എന്നാൽ ഈ സാങ്കേതിക വിദ്യകൾ ഇതുവരെ വലിയ തോതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ ഇറാനുമായുള്ള യുദ്ധത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. എനിക്കൊന്നിനും സമയപരിധിയില്ല, അത് പൂർത്തിയാക്കണം എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. മുൻപ് യുദ്ധം 4-5 ആഴ്ച നീണ്ടു നിൽക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ രാജ്യത്തിനുള്ളിൽ ട്രംപ് മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അത് വർദ്ധിക്കുകയോ തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയോ ചെയ്താൽ ആ സമയക്രമം മാറിയേക്കാമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ വിദഗ്ധർ നൽകുന്നത്. അതേസമയം ഇപ്പോൾ മേഖലയിൽ സംഘർഷം കൂടുന്നതിനിടെ തന്നെ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ അമേരിക്കൻ താവളങ്ങളെയും ആസ്തികളെയും മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന റൈസ്ന ഡയലോഗിൽ തന്നെ സംസാരിക്കവേ ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയാകട്ടെ ഇക്കാര്യങ്ങൾ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങളിൽ അയൽ രാജ്യങ്ങളായ അറബ് രാഷ്ട്രങ്ങളിൽ ആർക്കും തന്നെ ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ അവകാശപ്പെടുന്നതും. ഇറാന്റെ ആക്രമണങ്ങളിൽ അറബ് സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ അയൽക്കാരിലോ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ തന്നെ അവർ അവിടെ സുരക്ഷിതരാണ് എന്നും ഇതിൽ ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം ഞങ്ങൾ അമേരിക്കൻ താവളങ്ങൾ, അമേരിക്കയുടെ ആസ്തികൾ, വിവിധ ജനവാസ കേന്ദ്രങ്ങൾ, അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ യുദ്ധക്കപ്പലിനെ മുക്കിയതിനെയും ഇവിടെ വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ക്ഷണപ്രകാരം എത്തിയ നിരായുധരായ ഒരു കപ്പലിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം നിർഭാഗ്യകരമാണ് എന്നതാണ് ഈ വിമർശനത്തിലൂടെ ഇദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനിയുടെ വധത്തിന് പിന്നാലെ തന്നെ രാജ്യത്തെ ഭരണ സംവിധാനം തകരുമെന്ന് വാഷിംഗ്ടന്റെ വാദങ്ങളെ പോലും ഇവിടെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഇതിലും വലിയ മാർഗമായ ആക്രമണം തങ്ങൾ അഴിച്ചുവിടുമെന്ന ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ഒരു ഇറാൻ ഉദ്യോഗസ്ഥൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.